പ്രിയപ്പെട്ടവരെ നമസ്കാരം. കേരള സ്റ്റോറി സെക്കൻഡിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മുസ്ലിങ്ങളായ കുറച്ച് ആളുകൾ വളരെ പാവപ്പെട്ട ഹിന്ദുവായ ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്ന അതിദാരുണമായ രംഗം കേരള സ്റ്റോറി സെക്കൻഡിന്റെ ട്രെയിലറിൽ പുറത്തു വന്നിരിക്കുകയാണ്. കേരള സ്റ്റോറി 1 പുറത്തു വന്നത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് ആരോപിച്ച് 33,000-ലധികം ആളുകളെ ലവ് ജിഹാദ് ആരോപിച്ചുകൊണ്ടാണ് കേരള സ്റ്റോറി 1 പുറത്തേക്ക് വന്നത്. സംഘപരിവാർ ഹാൻഡിലുകൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നാഗ്പൂരിലെ ആ വിഷം വമിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് പുറത്തുവരുന്ന വർഗീയതയുടെ പുക നമ്മളൊക്കെ ശ്വസിക്കണമെന്ന് പറഞ്ഞ് അങ്ങ് അകലെയുള്ള ഉത്തരേന്ത്യയിൽ നിന്നും ഇങ്ങ് അകലെയുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനമായ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തേക്ക് അത് തൊടുത്തുവിടാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ അതിൽ ആ വർഗീയതയിൽ വീഴുന്നവരല്ല എന്ന് കൃത്യമായി നമുക്ക് പറയേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിളിക്കുന്നത് ഒരുപാട് പള്ളികളും അമ്പലങ്ങളും ഉള്ളതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ പ്രകൃതി സൗന്ദര്യം കൊണ്ടും ജനാധിപത്യവും മതേതരത്വ മൂല്യങ്ങളും മതസൗഹാർദ്ദവും സഹിഷ്ണുതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായി നിൽക്കുന്നത്. ആ സ്വന്തം നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും നമുക്കുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയമുണ്ട്. LDF-ഉം UDF-ഉം ഇതര കക്ഷികളും ഒക്കെ രാഷ്ട്രീയമുള്ള സംസ്ഥാനമാണ്. കൃത്യമായി രാഷ്ട്രീയം സംസാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ പല കാര്യങ്ങളിലും ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ മതസൗഹാർദ്ദത്തെയും സൗഹൃദ അന്തരീക്ഷത്തെയും തകർക്കുവാനായി ആര് വന്നാലും അതിനുള്ള വളം ഇവിടെ വെച്ചുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാനും ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല എന്ന് ഉറപ്പിച്ചു പറയാനും നമ്മൾ ഈ അവസരം വിനിയോഗിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ, അതും തൃശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി എം പി ആയ സുരേഷ് ഗോപി നായകനായ സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് സീത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ, സീത എന്ന് പറയുന്ന ഒരു പേര് ഉള്ളതുകൊണ്ട് സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്ന സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരിക്കുകയാണ്. ബീഫ് എന്ന് പറയുന്നത് ഒരു പടത്തിന് ഇടുന്നത് നിരോധിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ പേരിൽ സെൻസർ ബോർഡിനെ ഉപയോഗിച്ച് അവർക്ക് താല്പര്യമുള്ളത് മാത്രം വരുത്തി സിനിമയിൽ വെൽക്കുമ്പോൾ പച്ചയ്ക്ക് വർഗീയത പറയുന്ന, ബീഫ് കുത്തിക്കയറ്റുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്ന രംഗത്തെ കട്ട് ചെയ്യാനല്ല തീരുമാനിച്ചത്, മറിച്ച് എല്ലാവരെയും കാണിക്കാനാണ് സംഘപരിവാർ തീരുമാനിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ പഴത്തൊലിയിൽ ചവിട്ടി വീണിട്ട് പോലും ഒരു പരിക്ക് പറ്റാത്തവന്റെ ചരിത്രമാണ് സംഘപരിവാറിന് പറയാനുള്ളതെങ്കിൽ ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾക്ക് പറയാനുള്ള ചരിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പിടഞ്ഞു വീണ് മരിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ചരിത്രമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ ഓരോ ന്യൂനപക്ഷങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ന്യൂനപക്ഷങ്ങൾ കൂടി നാടാണ്. ഇത് ഏതെങ്കിലും ഒരു ഹൈന്ദവ മതത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നാടല്ല, മറിച്ച് ഇത് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവർക്ക് ജീവിക്കാൻ അവകാശം കൊടുക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങളുള്ള, ഭരണഘടന അവകാശം കൊടുക്കുന്ന ഒരു നാടാണ്. ഈ രാജ്യത്ത് തന്നെയാണ് അമ്പലത്തിന്റെ അടിയിൽ, പള്ളിയുടെ അടിയിൽ ശിവലിംഗമുണ്ടോ എന്ന് ചിലർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് പള്ളികളിൽ പോയി പള്ളികൾ പൊളിക്കണമെന്ന് പറയുന്നത്. 1992 ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞവർ തന്നെയാണ് വീണ്ടും കേരളത്തിൽ റിയൽ സ്റ്റോറിക്ക് പകരം കേരള സ്റ്റോറി സെക്കൻഡിന്റെ ട്രെയിലറുമായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംഘപരിവാറിന്റെ അജണ്ട ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെ കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കാതെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അഭിപ്രായം പങ്കുവെക്കുകയാണ്. സംഘപരിവാറുകാർ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാട്, പൊളിറ്റിക്കൽ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം എന്ന് ഏറെ സ്നേഹത്തോടുകൂടി സൂചിപ്പിക്കുന്നു. ക്രിസ്തുമസും വിഷുവും ഓണവും റമദാനും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന മലയാളിയായി നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകും എന്ന് സംഘപരിവാറുകളുടെ മുഖത്ത് നോക്കി പറയുകയാണ്. കേരള സ്റ്റോറിയുടെ ട്രെയിലറൊക്കെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ അവാർഡ് മേടിക്കണം, അതൊക്കെ മേടിച്ചോളൂ. പക്ഷേ കേരളത്തിന്റെ മണ്ണിനെ, കേരളത്തിന്റെ മതസംസ്കാരത്തെ, കേരളത്തിന്റെ പാരമ്പര്യ സംസ്കാരത്തെ, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെയും സഹിഷ്ണുതയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കാൻ വരുന്നവർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുകയാണ്.